ഹലോ ഗായ്സ് ബഡ് ബോ ഗെയിമിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു CS BR പിന്നെ ഒരു ലോൺ വോൾഫ്. പക്ഷേ അതിൽ ഫുള്ള് ഞാൻ വൺ ടാപ്പ് അടിക്കുന്ന കാര്യം പറഞ്ഞ ഞാനാണ്. അത് നമ്മൾ സെറ്റിങ്സിൽ പോവുക. എന്നിട്ട് ഈ കാണുന്ന മുകളിലുള്ള ഷൂട്ടിങ്ങിൽ എയിം പ്രസിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിങ്ങളുടെ ഡിഫിക്കൽട്ടേ കാര്യം അത് നേരെ പ്രസിസ് ഓൺ സ്കോപ്പ് ഇടാം. എന്നിട്ടൊന്ന് ഫുൾ കൺട്രോൾ ഇടുക, എന്നിട്ട് ഡിഫോൾട്ട് ഇടുക. വെറുതെയാണ് ഡിഫോൾട്ടിനെ പറ്റുള്ളൂ. പിന്നെ ഈ സെൻസിറ്റിവിറ്റി ഫുള്ള് 144 ഇടുക. ആണെങ്കിൽ മുകളിലത്തത് ഫുള്ള് ഇടുക. ഞാൻ ഇടണില്ല, ഞാൻ 144 ഇടുള്ളൂ. എന്താ വെച്ചാൽ അപ്പോഴേ ഹെഡ് കയറുള്ളൂ. പിന്നെ കൺട്രോൾ പോയിട്ട് ഇതേപോലെ ഫുൾ സെറ്റാക്കി വെക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി, കളിക്കാൻ വയ്ക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഓടാനുള്ളത് ഇതിൻ്റെ മുകളിൽ തന്നെ വെക്കണം. നമ്മൾ ഇങ്ങാട് ഇതാക്കുമ്പോൾ അങ്ങനെ ആകും. അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം ഒരു സുഖത്തിന് കളിക്കാം. സുഖത്തിന് പിന്നെ കാര്യം പറഞ്ഞാൽ ഞാൻ മറന്നു. ഇവിടെ നമ്മൾ ഇതത് പിന്നെ വെപ്പണിൽ പോവുക. ഈ ഗണ്ണുകൊണ്ട് ഇതാ മാക്സിമം കളിക്കാൻ നോക്കുക. ഇത് പേരെന്താ? M4A1 ഇതെല്ലാം ഉപയോഗപ്പെടും ഹെഡ് അടിക്കാൻ. പിന്നുള്ളത് SVD, പിന്നുള്ളത് ഡെസേർട്ടുകളോടെ ഡെസേർട്ടുകൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം നമ്മളൊന്ന് കളിച്ച് കാണിച്ചു തരാം. അപ്പം ഇനി സ്റ്റാർട്ടാ വിളിക്കണം. ഇവിടെ സ്റ്റാർട്ടായിക്കണേ. നമ്മൾ ഗണ്ണെടുക്കുക. എല്ലാദ്യം ഗണ്ണെടുക്കണം. അങ്ങനെ മാക്സിമം നോക്കി. അപ്പം നമുക്ക് അധികം പൈസ ലാഭിക്കാൻ പറ്റും. അങ്ങനെ കസ്റ്റമേഴ്സിൽ പോയിട്ട് ഇരിക്കുന്നത് ഇവിടെ വെക്കാം, കെടുക്കുന്നത് ഇവിടെ. ഓക്കെ, പോലെയൊക്കെ ഡബിൾ ഗണ്ണുണ്ട് ഗൈസ്. കണ്ടോ, ഇതിൻ്റെ G8 എടുത്തത് നമ്മളെ USP ഇതിന്ന് കുത്തിപ്പിടിക്കാൻ കായത്ത പോലെ കൊണ്ട് G8 ഇട്ടിട്ട് പിന്നെ ഒരു കൊണ്ടാവൂല ഗൈസ്. അതങ്ങനെയാണ്. നമുക്കാദ്യം ഏത് ബൈക്കും പറഞ്ഞപ്പോൾ ഡെസേർട്ടുകൾ കാണിച്ചത് ഇടയ്ക്കേ വയ്ക്കുള്ളൂ കേട്ടോ. കളിക്കാനെങ്കിൽ മാത്രമേ ഡെസേർട്ടുകൾ എടുത്ത് കഴിച്ചാൽ. ഞാനങ്ങനെ പറയാം, പക്ഷെ എക്കും വയ്ക്കില്ല. അതങ്ങനെയാണ്. ഒരു ഗ്ലൂ അടുത്തേക്കാം. ഒരു പൊട്ടൻ ചാടി അതാണ് പെട്ടെന്ന് ഗണ്ണ് സ്വിച്ച് ചെയ്യാൻ വയ്ക്കുന്നില്ല. ഹെൽപ്പ് ചെയ്യാടോ. ഓ, ഇത് വലിയ ആളായില്ലേ. അതേച്ചാ MR അബിയോ അതാ അതേ പേരിട്ട് MR മിസ്റ്റർ ഡെസേർട്ടുകൾ. മറ്റേ കണ്ടിട്ട് ഇതിൽ ഒരു ജാക്കറ്റ് തരോ തരം ഗൈസ്. പിന്നെ നമ്മൾ ഹാക്കറാ ഗൈസ്. AK-47 ഉണ്ട്. പെട്ടെന്ന് ഗണ്ണെടുത്തടിക്കണം. ആദ്യം അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ.
മറ്റേ പവർ ഉപയോഗിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പോൾ അടിക്കുന്ന അവിടെ പോയിട്ട്. ഉള്ളു പണി. ആ നിൽക്കണ ചെന്നായി. എവിടാ? ഇത്ര ഉള്ളു പണി. അടുത്ത കളിൻ്റെ പേരാ കേട്ടോ മിക്കവാറും. നമുക്ക് ഇതിൻ്റെ പകരം എതിർത്ത് പോവാം. ഒരു ഗ്ലൂ അടിക്കാൻ പറഞ്ഞു. സോറി ആദ്യക്കാല ഗ്ലൂ ആൾ വേണ്ട. നമ്മൾ ഇത് മാത്രം എടുത്തിട്ടേ കളിക്കാറുള്ളൂ. നമ്മൾ വെറുതെ ഒക്കെ ജാക്കി എടുത്തേക്കാണ്. ഇതാണ് ബാക്കി. രണ്ടായി ഗോയ്സ്. അല്ല ഗൈസ്, ഹെഡ് കാര്യമാണ്. ഇത്രേ ഉള്ളൂ. ഇതെന്ത് പ്ലെയർ ആയേക്കാം. ഇതിൽ നമ്മൾ മറ്റേ കണ്ടിന് വാങ്ങും. അടുക്കാൻ പറ്റില്ല. മോശം. നമുക്ക് കത്തിയെടുത്ത് പുറത്ത് കളയാം. ആണെങ്കിൽ ഇട്ടോ. പോലെ സ്റ്റെപ്പ് കയറിട്ടാ. സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഹെഡ് കയറ്റി. MR സഹിച്ചു. പിന്നെ ഒരു ഹെഡൊക്കെ കയറ്റി. എൻ്റെ ഒരു ആഗ്രഹം പോലെ നല്ല ഗണ്ട് ഇട്ടു. എവിടെയും പക്ഷെ എടുക്കില്ല. അങ്ങനെ എവിടെയും എടുത്ത് കളിക്കാറിയടോ. ഒരു 2 ആൾക്കാരേ ഉള്ളൂ. ഈ കുട്ടിപ്പൊടിയാ കേട്ടാ. ഈ കളി പോലെ കൊണ്ടുപോകും. അങ്ങനെ ബസ് സ്റ്റാൻഡ് എത്തി. അത് വെച്ച കണ്ണേ 2040 വെറുതെ എൻ്റെ ഹെഡ് കയറ്റിക്കണ്ടാ. കുത്തി പിടിച്ചാലേ സംഭവം. കൊല്ലു. അപ്പം ആ കളി പോലെ കൊണ്ടുപോയി. അതിക്കുണ്ട്. ഗോൾഡിൻ്റെ ആൾക്കാരുണ്ടല്ലേ. ബർബല്ല നമ്മളെ കുറേ പൈസ ഉണ്ട്. നമ്മൾ ആദ്യം ഈ കണ്ട് നേരത്താക്കിയിട്ട് ഡെസേർട്ടുകൾ മേടിച്ചിട്ട് നമ്മൾ ഇത്ര കണ്ടെടുക്കുള്ളൂ. നമ്മളെ വീക്ക്നെസ് വയ്ക്കുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ ഫ്രണ്ട്ലിയാണ്, ഇടക്ക് മാത്രം. ഓക്കെ. നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളാ കൂട്ടത്തില്ല ഹെൽത്ത് അടിച്ചു പോലെ മോനെ. എവിടുന്ന വേറെ വെച്ച്
എവിടുന്നാടാ വെച്ച് പെണ്ണ് നമ്മൾ ഹെൽപ്പ് ചെയ്യണോ? ഒരു നാഗാസിന് അടി വന്നു. ഇവിടെ ആരെങ്കിലും ഹാക്കർ ഉണ്ടോ ബായ്? സത്യം പറയടാ ജാക്കറല്ല. മൂന്ന് മൂന്നേ ഗോയ്സ്. നമ്മൾ ഈ ഗണ്ണിൻ്റെ അടുത്ത് പോകും. തൊലക്കാനായിട്ട് നമ്മൾ പോകും. നമുക്ക് അടുത്ത ഡെസേർട്ടിക്ക് അടുത്ത് കളിച്ചാലോ? ഒരൊറ്റ അടി മാത്രമേ ഡെസേർട്ടിക്ക് കൊണ്ടിട്ടാ, അത്രേ ഉള്ളൂ. അടുത്തൊരു ബിയാറും സമയം ഉണ്ടെങ്കിൽ നോൺ മോഡ്. ഇവിടെ വെറുതെ ഇങ്ങനെ കൂട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ആ സെൻസിറ്റിവിറ്റി പറഞ്ഞത് നന്നായി. ഞാനിൻ്റെ കണ്ണെടുക്കും മോനെ. ഒരാളുള്ളൂ. ഇടാൻ കാരണം ടീമേ രസിച്ച് സങ്കടം. ഓക്കെ, ലോബി ഒരു 1v1. വേണ്ട, ഫോൺ വൂൾഫ് മതി. എന്താണ് എയർ ഡ്രോപ്പിൽ? ഓ സി വേണ്ട, മനസ്സിലല്ല എന്താ ഇത് വന്നിക്കണേ. അതാ പോയി, അത് പോയി. കുറേ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് വേണം. ടോപ്പപ്പ് ചെയ്താലോന്നുണ്ട്, പക്ഷെ വേണ്ട. മധുസോയ്സ് എന്തൊക്കെയാണത് പഠിച്ചോനെ, ഇങ്ങനത്തെ പേരുടെ ആൾക്കാർ. കംബാക്ക് കാണാം, കംബാക്ക് കാണട്ടെ ഗോയ്സ്. നമ്മളങ്ങനെ അടിക്കരുത്. ഇതിമ നോക്കിയിട്ട് ഗൺ സ്വിച്ച് ചെയ്ത് വെക്കാം. എന്തൊക്കെയാ ഗോയ്സ്? എൻ്റെ പിന്നെ ഗ്ലൂവാൻ്റെ സ്വിച്ചൊന്നും കാണാനില്ല. അതെങ്ങനെ? ഓന് ലാപ്ടോപ്പ് പ്ലെയറാണ് തോന്നുന്നുണ്ടോ? ലാപ്ടോപ്പ് അല്ല, കമ്പ്യൂട്ടർ പ്ലെയറാണ്. പി സി അങ്ങനെ പറയാം. UMP എടുത്തിട്ട് നമ്മളെ കൈക്ക് തേണ്ടേ പൊലിക്കട്ടോ തല. ഒരു കമ്പാക്ക് അടിച്ചാൽ പോയി നിങ്ങളതുപോലെ. അതാ ഈ ഗണ്ണ് സ്വിച്ച് ചെയ്യാൻ കുറച്ച് പണിയാട്ടോ. അത് 2 ഹെൽത്തുള്ളൂ, അതൊന്ന് കിട്ടിയ പൊളിച്ച്. ഈ പെട്ടെന്ന് ഗണ്ണ് സ്വിച്ച് ചെയ്യാനുള്ള ഐഡിയ എന്താ? നമ്മളെ കളി ഇറക്കുക ഗൈസ്.
കുറേ നാളായി. ഇല്ല, കുറേ നേരമായി നമ്മൾ കളി ഇറക്കി അങ്ങനെയാണ്. നമ്മൾ ഇഞ്ഞടിക്കും. ഗണ്ണവിടെ സ്കാറുണ്ട് എടുത്താൽ മതി. പിന്നെ എമ്മയ്ക്ക് നമുക്ക് സ്കാർ അടിക്കാം കേട്ടോ. എമ്മയ്ക്ക് അടിക്കൂല, എമ്മയ്ക്ക് അടുത്ത കളി അത്രേ ഉള്ളൂ. നമ്മൾ ഒളിക്കളി കളിക്കൂല ഗൈസ്. തറങ്ങി എവിടാടാ ജി? ഓക്കെ, ഈ ഹൈമോട്ട് വേണ്ട ഇരിക്കുമ്പോൾ തലേ കയറിന്. ഓക്കെ, ടച്ച് വർക്കാവണിയല്ലോ. ഇനി കൊടുക്കട്ടെ കണ്ട് ഡെസേർട്ടീക്ക് എടുത്ത് വേണം. ഡെസേർട്ടീക്ക് അവൻ്റെ കളി പുറത്തിറക്കണം. എവിടെയാണ് സെറ്റിങ്സ്? നമ്മൾ ഡിഫിക്കൽട്ടിന്ന് ഹൈക്ക് ഇടുക. ഇനി കളിക്കുക. ഇങ്ങനെയും കളിച്ചു നോക്കട്ടെ നിങ്ങൾ. അത് ഞാൻ പറഞ്ഞ വയ്ക്കണമെങ്കിൽ ഡയറക്റ്റ് തീർക്കുക ഈ ഹൈക്ക്. ഓക്കെ, ഓക്കെ, നിക്ക് ബായ്. ഓക്കെ, താങ്ക് യു. കളി ഞാൻ സെൻസിറ്റീവായി മാറ്റാൻ വേണ്ടി മുമ്പൊക്കെ ചാടി. സാറില്ല, അത് നമുക്ക് എപ്പോഴും പറ്റുന്നതല്ലേ. സാറില്ല നമുക്ക് മെഷീൻ ഫ്രെയിമാക്കണ്ടേ. നമുക്ക് ഒരു ബിയർ എടുക്കാം. ബിയറിന് എത്ര വേണം? ബിയറുണ്ട കുറേ വേണം. ഒരു ഓൺഫുള്ളും കൂടി കളിച്ചിട്ട് കല്ലൂർ കഴിക്കാം. അല്ല, ഇത് കണ്ട് വേറെ കളിക്കാം. ഒരു ഓൺഫുൾ കളിക്കണം. ഇതിൻ്റെ പ്രതികാരം മാറ്റിയൊരു കളി. ഓൻ തന്നെ വരുമോ? അല്ല, ഇത് NG ആർമി 1 2 3 4 അല്ല ആളാ. MG ആർമി നമ്മൾ MG നമ്മളൊന്ന് സെൻസിറ്റിവിറ്റി മാറ്റാണ്ട് ചങ്ങായി നിൽക്കി നമ്മളൊരു സെൻസിറ്റിവിറ്റി മാറ്റാണ്ടതിൻ്റെ. എന്താ ഫ്രണ്ടാവുക?
നമുക്ക് മറ്റേ പ്ലെയർ എടുത്താലും നമ്മളെ സോണിലിട്ട് പോട്ടാനുള്ള പരിപാടിയല്ലടാ. നമ്മൾ കച്ചറയും പോനെ. ഓക്കെ, ഞാൻ കളിപ്പിച്ചൂടി എത്താണ് ഉറപ്പാണ്. എന്താ വെച്ചാൽ കാണിച്ചിട്ട് ഞാൻ മറ്റേ പ്രൈസ് ഓഫ് സ്കോപ്പ് കിട്ടുകണേ. അങ്ങനെ ഇനി പറയാം. ഓക്കെ, ഡെസേർട്ടുകൾ വയ്ക്കണേ കേട്ടോ. കാര്യം പറയാം, എമ്മയ്ക്കേക്ക് കുറച്ചുകൂടി മുടിച്ചൊക്കെ പറ്റുള്ളൂ എന്നാ നോക്കുകയാണെങ്കിൽ. മറ്റേ കണ്ണില്ലല്ലോ. കേസ് എടുത്ത് വുഡ് പെക്കർ പോലത്തെ കണ്ണൊക്കെ അതേപോലെ കളിക്കാനിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, എങ്ങോട്ടാ പോണേ? ഞാൻ എമ്മേറ്റ് ഇട്ട് കളി മാറിട്ടോ. ആ, വലിയ ആളായി. ഞാൻ ഫ്രണ്ടാകട്ടെ. കംബാക്ക് സീൻ. ഇത് കണ്ട ഗൈസ്, ഇത് കംബാക്കാണ് ഉറപ്പിച്ചു. നിങ്ങൾ കളി കാണണ്ട, ഈ കംബാക്ക് തന്നെ. ഇയാൾ വെറുതെ പറയല്ല. ഓക്കെ, ആ പോണ. ഓക്കെ, കേസോ ഇത് കംബാക്ക് തന്നെയാണ്. നിങ്ങൾ വിചാരിച്ചത് കളി കണ്ട കംബാക്കാ. ഡെസേർട്ടിക്ക് എടുക്കാനിരിക്കില്ല. എടുക്കും. AWMY. ഓക്കെ, താങ്ക് യു മോനെ, താങ്ക് യു. നിൽക്കാം, വേണ്ട പോട്ടെ. ബെസ്റ്റ് സ്കോപ്പ് ചെയ്ത് കൂടി അടിച്ച്. ഇത് വെയ്ക്കണി കേട്ടോ ഗോയ്സ്, ഞാൻ പറയാണ്. നിങ്ങൾക്ക് ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും. അല്ലോ, എന്താ 100 കിട്ടുന്നത്? 55 വേണ്ടേ?
ഓക്കെ 1 കൂടി ഒരു തവണയും കൂടി ഇതിലേക്ക് മറ്റേ ഗണ്ണുമാണ് ഗൈസ്. അല്ലെങ്കിൽ ഞാൻ കരയും. ഇതിൽ കമ്പയെ കളിച്ചെങ്കിൽ ഞാൻ കരയും. മറ്റേ ഗണ്ണെല്ലാം വൺ ഡ്രോപ്പ് ചെയ്യണ്ട. സുഖമല്ല, നിങ്ങൾ നോക്കുന്ന ഒറ്റ കളിച്ചാൽ മതി. വലിയ പണിയുണ്ടോ? ഇത് നൂബട്ടാ. നമ്മൾ അങ്ങനെ കളിക്കാൻ പാടില്ല. നമ്മളൊരു പ്രോ പ്ലെയറിൻ്റെ പോലെ കളിക്കണം. ഗായ കളിക്കുക പ്ലീസ്. അത് കമൻറ്റ് സ്കോപ്പ് അടിക്കാം. നമുക്ക് 2 കളിയല്ലോ 3 കളിയും കൂടി വിട്ടെടുക്കാം. ആണോ? വേണ്ട, നമ്മളീ കളിക്കുന്നുണ്ട്. വോൾപ്പക്കർ പ്ലീസ്. 10,000 ഉറുപ്പിക ഓലൊരു കൊത്തിപ്പൊടിയനാണ്. ചാർജ് പോസ്റ്റർ UMP ഇതൊരു AWM അങ്ങനെ. ടീനാൻ്റെ കിങ്ങിന് വേണം അവൻ്റെ കുണ്ടിക്കളി. എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊല്ലോനെ. വെളുത്തടിക്കട്ടെ ഗൈസ്. സൂയ് സൂയ് സൂയ്. അടുത്ത കളി ജയകരെടുക്കും. വോട്ട്പക്കർ കളിയാണ്. വോട്ട്പക്കറാണ് എൻ്റെ ജീവൻ. എനിക്ക് വോട്ട്പക്കറിൻ്റെ കളി മാത്രമേ അറിയൂ. നമ്മൾ വോട്ട്പക്കറെ കളിക്കാറില്ല. ഏതായി സ്കോപ്പ് ചെയ്ത് കുത്തിപ്പൊടിയാൻ ഞാൻ അടിക്കും. വോട്ട്പക്കർ നല്ല ഇഷ്ടമാണ്. എനിക്ക് വോട്ട്പക്കർ കൊണ്ട് അടിക്കണം. എനിക്ക് വോട്ട്പക്കർ കൊണ്ട് തന്നെ അടിക്കണം. എൻ്റെ വാക്കാണ്. കുത്തിപ്പൊടിക്കെങ്കിൽ ഞാനും കുത്തിപ്പൊടിക്കടാ. അത്രയ്ക്ക് വലിയ കുത്തിപ്പൊടിയാണ്. ഞാനും ഇറക്കി കളിക്കും മോനെ. പാടില്ല. വോട്ടർ കൊണ്ട് അടിക്കും. പക്ഷെ ഗ്ലൂ വാളിൻ്റെ ഇതില്ല. അങ്ങനെയൊക്കെ അടിക്കും. ഇഷ്ടമുള്ള എടുക്കാൻ പറ്റില്ലല്ലേ. ഡെസേർട്ട് എടുക്ക്, ഓഗ് എടുക്ക്, മാക്ട എടുക്ക്.
എവിടെ വേർ ഈസ് ദ ആ നിൽക്കണേ ഇത് ലോഡയാണ് അങ്ങോട്ട് വാർത്താവില്ലത് ബ്യൂട്ടിഫുൾ ബക്കഹലിയ 1.1014 നമ്മൾ പേരൊക്കെ മാറ്റിയിരിക്കുന്നത്. എനിക്ക് വേറൊരു അക്കൗണ്ട് ഉണ്ട് MR കുട്ടൻ, അത് ഗോൾഡ് 3 ആയി. നമുക്ക് ലോൺ വോൾഫ് വെറുതെ കളിക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഫുൾ കസ്റ്റമൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പുതിയ വണ്ടി കിട്ടിയിരിക്കുന്നു. പിന്നെ അങ്ങനെ തന്നെ നമ്മളെ ഡ്രസ്സ് മാറ്റാം. നമ്മളൊക്കെ എത്ര ഡ്രസ്സൊക്കെ ഉണ്ട്. ഇനി പെണ്ണായിട്ട് കഴിച്ചാലോ പ്ലീസ്. നമുക്ക് പോയി ഡ്രസ്സൊക്കെ ഇടുന്നുണ്ട്. ഇതുണ്ട് അതൊരു ഈ ഫാൻറ്, പിന്നെ ഈ ഫാൻറ് നമുക്ക് കളിക്കാം. നോൺ വുഷ് ഞാൻ എടുക്കട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കിപ്പോൾ ഇതൊന്ന് ഓണാക്കാം. ഓ ഹാക്കർ കളി വെക്കാൻ വേണ്ടി ഒന്ന് വന്നത്. നമ്മൾ പെണ്ണായിട്ട് അഭിനയിക്കുക. എന്ത് ഫാസ്റ്റാണ്. അത് ലോൺ വൂൾഫ് അല്ലേ? ഞാൻ ഹെഡ്ഷോട്ടോളിൽ വെച്ച് തലക്ക് ഇങ്ങനെ വെക്കാൻ നിൽക്കണം. എൻ്റെ മുഖത്തേക്ക് വെക്കണമുണ്ട്. ഞാനും വെച്ച് ഡെസേർട്ട് കൊണ്ട് വെക്കുമ്പോൾ അങ്ങനെ ലൈഫ് പറയാം മുഖത്തേക്ക്. SVD അയ്യോ, ഓക്കെ അറിയും മോണി. boy AK-47 കിങ്ങടാ. ഏതിൽ കൂടെ വരുന്നതെന്നൊക്കെ വരാറിയാം. അതിൽ കൂടെ തന്നെ വരുന്നു. സൂയി നമ്മുടെ സെറ്റിങ്സ് നല്ല സെറ്റിങ്സാണ്. നല്ല ഹെഡ് കയറുണ്ട്. നിങ്ങൾ ഈ സെറ്റിങ്സ് ഉപയോഗിക്കുക. നിങ്ങൾക്കത് വലിയൊരു നേട്ടമാണ് ഉണ്ടാവുക. ഓക്കെ, SVD കിങ്ങടാ. SVD കിങ് അങ്ങനെയൊന്നും അറിയില്ലട്ടെ. SVD കൊണ്ട് അടിച്ചോക്കാം. അല്ല ഹെഡ് കയറ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സെറ്റിങ്സ് 50 സെറ്റിങ്സാണ്. 200 ലൈഫുള്ള അതിൽ 92 കയറി.
അനക്ക് ഹെഡ് കയറ്റാൻ ഉൾപ്പെങ്കിലും ഉണ്ടാ ഉൾപ്പിയെ AWY പ്ലീസ് വേണ്ട എമ്മേറ്റ് മതി ഡെസേർട്ടേക്ക് ചാവാനായിട്ട് ലോൺ വോൾഫ് അടിച്ചോട്ടോടെ കളിച്ചിട്ടാണ് പ്രാക്ടീസായി നമുക്കിനി ഓണാക്കിയിട്ട് ഫാർസിൽ പറഞ്ഞ ആദ്യം ജഡാണ് ഉറപ്പിക്കാറുള്ളൂ അടുത്തുണ്ട് സട്ടികളുടെ കളിയില്ലേ ഓക്കെ സീൻ സീൻ സെയിം ബട്ടിഫ്ലാ നോ ഹണി നോ മണി സൂയി ഇത്രേ ഉള്ളൂ ഈ വെട്ടിക്കണ സാധനം ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രേ ഉള്ളൂ നമുക്കിഷ്ടപ്പെട്ട കണ്ടെടുക്കാം SVD ഡെസേർട്ടുകൾ MAT എന്താ ഇപ്പം ഉണ്ടായി നാം വിചാരിക്കും തറക്കും അടി എനിക്ക് കിട്ടുമ്പോൾ ആദ്യം ഡെസേർട്ടുകൾ പിന്നെ MAT പിന്നെ SVD അങ്ങനെ നോക്കുക ലോങ് റേഞ്ച് ആദ്യം SVD എടുക്കുക ഇതെന്താ ചാടാൻ നിൽക്കാത്ത ഹെൽത്ത് അടിക്കട്ടെ അത്ര ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അടുത്ത എപ്പിസോഡിൽ കാണാം ടാറ്റാ ബൈ അത് മാത്രമല്ല ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി പിന്നെ ഇതേപോലെ ഇന്നൊന്ന് ഫ്രണ്ടാക്കി കളിക്കാൻ പറ്റിയിട്ടാ